Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോകുന്നത്. ബികോം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇത് രണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരിക്കും. ദെൻ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. അതിലാദ്യം മാർക്കറ്റിംഗ് എന്താണ് നിർബന്ധമായും പഠിക്കുക. ബേസിക്സ് ആണ്. മാർക്കറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ് അതും നോക്കിയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ സെഗ്മെന്റേഷനിൽ വരുന്നതാണ്. അതിൽ സ്ട്രാറ്റജിയിൽ ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ നൈക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമ്മൾ 2 മാർക്സിനെ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. നെക്സ്റ്റ്, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, കൺസ്യൂമർ ആരാണ്, കൺസ്യൂമറും കസ്റ്റമർ ആരാണ്, കൺസ്യൂമറും കസ്റ്റമറും നമ്മൾ ആ ഒരു ഡിഫറൻസ് നോക്കിയിരിക്കണം. കൺസ്യൂമർ വേഴ്സസ് കസ്റ്റമർ കേട്ടോ, നിർബന്ധമായി നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അതിൽ ബേസിസിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ നോക്കി വയ്ക്കണം. പിന്നെ അതിൽ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോൾ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണ് അതും ചോദിക്കാറുള്ളതാണ്. പിന്നെ 3 കാര്യങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 അഡ്വർടൈസിങ് എന്താണ്, സെയിൽസ് പ്രൊമോഷൻ എന്താണ്, പേഴ്സണൽ സെല്ലിംഗ് എന്താണ്, പബ്ലിക് റിലേഷൻ എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ IMC ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, അതാണ് മെയിൻ ടോപ്പിക്. ഇതുണ്ട് IMC, അതെന്താണ്, IMC എന്താണെന്നുള്ളത് എടുത്ത് ചോദിക്കുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലുള്ള അതിനായിട്ട് മുമ്പ് ഒരു ടോപ്പിക്ക് പറയാനുള്ളത് നമ്മുടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് എന്താണ്, ചിലപ്പോൾ ബ്രാൻഡ് എന്താണ്, അതുപോലെ തന്നെ പാക്കേജിങ് എന്താണ്, ലേബലിംഗ്. ഓക്കെ, ഇതിൽ പലതരത്തിലുള്ള ലേബലിങ്ങിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്രേഡ് ലേബിൾ ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡ് ലേബൽ എന്താണ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അഡ്വർടൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ചിലപ്പോൾ ഫീച്ചേഴ്സ് ആയിരിക്കും പറയാം, സംഭവം വരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യണം. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ടോപ്പിക് ഉണ്ട്, അത് ഒരു 1-2 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ വാസ് ഡ്രോപ്പിംഗ് എന്താണ്, ലാസ്റ്റ് ചാപ്റ്ററിലുള്ളതാണ്. നമ്മുടെ എന്താണ് ഹാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺസെപ്റ്റാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുമ്പോൾ ഡ്രോപ്പിംഗ് എന്താണ്. പിന്നെ പ്രൈസിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം, ആ ചാപ്റ്ററിൽ നിന്ന് അത് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ഇപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങോ
അതല്ലെങ്കിൽ പെനട്രേഷൻ, അതല്ലെങ്കിൽ സ്കിമ്മിങ്, അല്ലെങ്കിൽ മാർക്കപ്പ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രൈസിങ് ഇല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ചാനൽ കോൺഫ്ലിക്റ്റ് എന്താണ്? ചാനൽ കോൺഫ്ലിക്റ്റ് എന്താണ്? ചാനൽ ഇൻ്റഗ്രേഷൻ എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ലോജിസ്റ്റിക്സ് എന്താണ്? അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് എന്നല്ല, ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അങ്ങനെ പറയാം, എലമെൻറ്റ്സ്, അതൊന്ന് നോക്കുക. പിന്നെ മാർക്കറ്റിങ്ങിൽ തന്നെയുള്ള പല ടൈപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. നമുക്ക് പ്രതീക്ഷിക്കാം 2 മാർക്സിന്. ദെൻ എല്ലാ പ്രാവശ്യം വരുന്ന ഒരു ടോപ്പിക്ക്, ഈ മാർക്കറ്റിംഗ് എന്താണ്? ഇ കോമേഴ്സ് എന്താണ്? എം കോമേഴ്സ് എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്താണ്? പിന്നെ ഈ എന്താണ് പറയുക, അതിൽ ഈ ക്യാഷ്, അതിൽ തന്നെ ഈ പേഴ്സൊക്കെ ഇല്ലേ, ഈ ചെക്ക്, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ, ഈ ക്യാഷ് എന്താണ്? അങ്ങനെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ദെൻ നെക്സ്റ്റ്, ഫിഷിംഗ് എന്താണ്? റിപ്പീറ്റ് ആണ് കേട്ടോ. ഫിഷിങ്ങോ, സ്പൂഫിങ്ങോ, ഹാക്കിങ്ങോ, ഇതിലേതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട്. ദെൻ നേരത്തെ വിട്ടുപോയൊരു സംഭവം, ബ്രാൻഡ് ഇക്വിറ്റി എന്താണ്? അതുപോലെ തന്നെ ബ്രാൻഡ് ലോയൽറ്റി എന്താണ്? ഓക്കെ, പിന്നെ നമ്മൾ പാക്കേജിങ്ങിൻ്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ വിട്ടുപോയത് PLC, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ്? പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്താണ്? 2 മാർക്സ്. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? റീറ്റെയിലർ ആരാണ്? ഹോൾസെയിലർ ആരാണ്? പിന്നെ റീറ്റെയിലർ ആരാണ്? ഹോൾസെയിലർ ആരാണ്? ദെൻ നെക്സ്റ്റ്, ഇൻ്റർമീഡിയറി, ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ചാൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നെക്സ്റ്റ്, നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അതൊക്കെ നോക്കണം. വിൻഡോ ഡിസ്പ്ലേ എന്താണ്? ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. വിൻഡോ ഡിസ്പ്ലേ എന്താണ്? മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്താണ്? പൊസിഷനിങ് എന്താണ്? പിന്നെ മാർക്കറ്റിങ്ങിൽ തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റം അത് നോക്കണം. പിന്നെ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് മാർക്കറ്റിങ്ങിൽ, അതൊന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ഇൻ മാർക്കറ്റിംഗ്. മറ്റൊരു ക്വസ്റ്റ്യൻ, സർവീസ് എന്താണ്? അതുപോലെ തന്നെ പ്രോഡക്റ്റിലെ ടൈപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഗ്മെൻറ്റഡ്, കോർ പ്രോഡക്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം, ഡ്യൂറബിളോ അങ്ങനത്തെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം.
ദെൻ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്താണ്. അപ്പോൾ ഒരു 15 ചോദ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നമ്മൾ പറഞ്ഞ ടോപ്പിക്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. ഡിഫറൻഷിയേറ്റഡ് മാർക്കറ്റിംഗ്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്, നൈറ്റ് മാർക്കറ്റിംഗ്, ടാർഗറ്റ് മാർക്കറ്റിംഗ് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, കസ്റ്റമർ ആരാണ്, കൺസ്യൂമർ ആരാണ്, അതിൻ്റെ ഡിഫറൻസ്, സെഗ്മെൻറ്റേഷൻ, അതിൽ പലതരത്തിലുള്ള സെഗ്മെൻറ്റേഷൻ നോക്കി വയ്ക്കുക, ബേസിസ്, ദെൻ ടാർഗറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞു, അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സൺ സെല്ലിംഗ്, പബ്ലിക് റിലേഷൻ, നാലും എന്താണെന്നും അതിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക, അത് ചോദിക്കും. IMC, ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ബ്രാൻഡിങ്, പാക്കേജിങ്, ലേബിളിംഗ്, മൂന്നും പഠിക്കണം, റിപ്പീറ്റ് ആണ് പലതരത്തിലുള്ള ലേബിള്. പിന്നെ ട്രേഡ് മാർക്ക് അതിൻ്റെ കൂടെ പറയാനുള്ളതാണ്. ട്രേഡ് മാർക്ക് എടുത്ത് ചോദിക്കാം ബ്രാൻഡിൻ്റെ കൂടെ. പിന്നെ വോസ് ഡ്രോപ്പിംഗ്, പിന്നെ പ്രൈസിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം, കോസ്റ്റ് പ്ലസോ, പെനട്രേഷനോ, സ്കിമ്മിങ്ങോ, മാർക്കപ്പോ, ചാനൽ കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ ചാനൽ ഇൻ്റഗ്രേഷൻ, ലോജിസ്റ്റിക്സ്, ഡിഫറെൻ്റ് എലമെൻറ്റ്സ് നോക്കണം. അതിൻ്റെ ലോജിസ്റ്റിക്സും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഒരു കൺസെപ്റ്റ് നോക്കണം കേട്ടോ. ലോജിസ്റ്റിക്സും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് നോക്കിയിരിക്കണം. ഇ മാർക്കറ്റിംഗ്, ഇ കോമേഴ്സ്, എം കോമേഴ്സ്, പിന്നെ ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിലെ പല കാര്യങ്ങളും, ഇ ക്യാഷ്, ഇ ചെക്ക്, അങ്ങനെയുള്ളത്. ഫിഷിംഗ്, സ്പൂഫിംഗ്, ഹാക്കിംഗ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡ് ലോയൽറ്റി, പിന്നെ PLC, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, റീറ്റെയിലർ ആരാണ്, ഹോൾസെയിലർ ആരാണ്, പിന്നെ വിൻഡോ ഡിസ്പ്ലേ, പ്രോഡക്റ്റ് പൊസിഷനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ഇൻ മാർക്കറ്റിംഗ്, സർവീസ് പ്രോഡക്റ്റ്, ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ്, കോർ പ്രോഡക്റ്റ്, പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. പിന്നെ ഇതിൽ നമുക്ക് പലതരത്തിലുള്ള കാർഡുകളുണ്ടല്ലോ, അത് വേണമെങ്കിൽ ചോദിക്കാം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ്, അതിലേതെങ്കിലും ഒരെണ്ണം അതും ചോദിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു നമ്പർ പറയുന്നില്ല, ടോപ്പിക്ക് പറയാം. പ്രൊമോഷൻ, ചാൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഈ മാർക്കറ്റിംഗ്. ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 2 മാർക്സിൻ്റെ വരും. മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോഡക്റ്റ്, ഇതിനൊക്കെ എല്ലാ ചാപ്റ്ററിൽ നിന്നും 1-2 ചോദ്യങ്ങൾ വെച്ചിട്ട് അവർ ഇടുന്നുണ്ട് കേട്ടോ. സോ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ പിന്നെ വരുന്നത് ഇതാണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് ഇതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.